പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ VVS കട്ട്ലറീസിലാണ്, നമ്മുടെ വിഷ്ണു വച്ചാൻ്റെ ആലയിൽ. ഇതുണ്ടോ വണ്ടിയുടെ ലീഫ് പ്ലേറ്റ്, പിക്കപ്പിൻ്റെ പ്ലേറ്റാണ്. ഈ പ്ലേറ്റ് കൊണ്ട് നമ്മൾ കളരിയിലൊക്കെ ഉപയോഗിക്കണേ ചുരുകണ്ണുണ്ടോ, പ്രാക്ടീസിനൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് നിയമപരമായിട്ട് ഇത് മൂർച്ചയുള്ള ഈ സംഭവം ഉണ്ടാക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ മൂർച്ച ഇല്ലാത്ത സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഈ കളരിയിലൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ലീഫ് കൊണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കണ്ടുനോക്കാം. ഓക്കെ. Dubai Club. അപ്പോൾ നമ്മുടെ കത്തിയുടെ വർക്ക് ഏകദേശം ഇത്ര പൂർത്തിയായുണ്ട്. ഒരു പ്രത്യേകിച്ച് വേറെ കാര്യം പറയാനുള്ള, ഇതിന് മൂർച്ച ഉണ്ടാക്കാനുള്ള നമ്മൾ അടിയിൽ മൂർച്ചയില്ല, കളരിയിലെ പ്രാക്ടീസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് വിൽപ്പനയ്ക്കൊന്നും അല്ല കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ കളരിയിലേക്കുള്ള കത്തി ഏകദേശം പണി കുറച്ചായുണ്ട്. ഇത് കളരിയിൽ അവരുടെ പേപ്പറും കാര്യങ്ങളൊക്കെ കത്തായതിനു ശേഷമാണ്. ഇതങ്ങനെ പണന്ന് കൊടുക്കാൻ പാടില്ല, കളരിയിൽ വെക്കാൻ പാടാണ്. വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള, ഇതിന് മൂർച്ച കാര്യങ്ങളൊന്നുമില്ല. കണ്ടോ, അത് മൂർച്ച കാര്യങ്ങളൊന്നുമില്ല, രണ്ട് സൈഡ് ഒരുപോലെയാണ്. കണ്ടോ, അത് ഒരു വിഷയമില്ല. കണ്ടോ, മൂർച്ച ഒന്നുമില്ല. അങ്ങനെ രീതിയാണ്. അത് പ്രാക്ടീസിന് വേണ്ടി മാത്രം പണന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ വേറെ പണന്ന് കൊടുക്കാൻ പാടില്ല നമുക്ക്. അപ്പോൾ അവരുടെ പേപ്പറും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പണന്ന് കൊടുത്തത്. മൂർച്ചയില്ല, ഒട്ടും മൂർച്ചയില്ല കേട്ടോ. അത് മൂർച്ചയില്ല. അതുകൊണ്ടാണ് നിങ്ങളത് പ്രത്യേകം പറയുന്നത്. കണ്ടോ, പണിയൊന്നും ആയിട്ടില്ല, ഇനി പണി കിടക്കുന്നേ ഉള്ളൂ. ഒത്തിരി കുറച്ച് പണികളുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് കാണാം. ഈ പിടി കടയാൻ പോകണത് കണ്ടോ, ഈ തടി കഷ്ണം കണ്ടോ, അതുകൊണ്ട് ഇതിൻ്റെ പിടി കടയാൻ പോകണം. അപ്പോൾ പിടി കടയാൻ നമുക്ക് കാണാം. ബാക്കി ഒത്തിരി പണികൾ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പുറകെ കാണാം. ഓക്കെ, പിടി ഇതിനകത്ത് വെച്ചുണ്ട്. ഇനി ഇത് ഷേപ്പാക്കി എടുക്കാൻ പോകണം. നമ്മൾ പിടിയുടെ തന്നെ ചുറ്റിട്ടോ, പിച്ചലയുടെ ചുറ്റ്. ഓക്കെ, പിടി കടഞ്ഞ് സെറ്റായിരുന്നത്. അപ്പോൾ നമ്മൾ ചൂടാക്കി ഇതിനകത്തൊക്കെ പിടിയിടാൻ പോകട്ടോ. അത് ഇവിടെ ഇതൊക്കെ ഇത് റെഡി ആവുന്നുണ്ട്, തീ റെഡി ആവുന്നുണ്ട്. നമ്മളിത് ആലയിലെ ആവശ്യത്തിന് ഞാൻ പറഞ്ഞായിരുന്നു പ്രാക്ടീസിനാന്ന്, അതുകൊണ്ട് നമ്മൾ ടെമ്പർ ചെയ്യണമെന്നില്ല, മൂർച്ചയൊന്നും കൂട്ടണില്ല. അപ്പോൾ ഇത് പിടി ചൂടാക്കി ചെയ്യാൻ പോകുന്നതായിട്ട് കാണാൻ പോകുന്നത്. നമ്മുടെ പിടി തുളച്ച് തെറ്റായിട്ടുണ്ട്, നല്ല ചൂടാണ്. ചൂടാറിയതിന് ശേഷമാണ് ഇനി ബാക്കി പണി ചെയ്യണം കേട്ടോ. ഇപ്പം നമുക്കതേ ഈ ഇതുണ്ടോ, ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു റിങ് വട്ടത്തിൽ വളഞ്ഞിടാനുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കണ്ടോ, അങ്ങനെ വളച്ചിടാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഗ്രൈൻഡ് ചെയ്തത്. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു വട്ടത്തിൽ റിങ് വളച്ചിടാനുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഇത്രയും ഗ്രൈൻഡ് ചെയ്തത് കേട്ടോ.
അപ്പോൾ നമ്മുടെ പണി ഏകദേശം പകുതിയായുണ്ട്. ഇത് ഈ പിച്ചർ തകടുണ്ടോ, ഇതും കൊണ്ട് ഇവിടുന്ന് റൗണ്ടായിട്ട് ഇങ്ങനെ ചെയ്യാനുണ്ട്. അതവർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി നമ്മൾ ഈ പണി ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ കാണിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കത്തിയുടെ വർക്ക് ഇതുണ്ടോ, അതെ ഏകദേശം ഇത്ര പൂർത്തീകരിച്ചിട്ടുണ്ട്. അതെ ഇതിൻ്റെ ഈ ചിറ്റുണ്ട് അടിയിലത്തെ, ഈ ചിറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തായിരുന്നത്. ഇത് വിശദമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കണ്ടോ അതെ. ഇനി ഇതിന് ഫിനിഷിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്കിയുണ്ടോ, ഇതൊക്കെ ഉറപ്പിക്കാനുണ്ട്. ഇതും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും സംഭവം അടിപൊളി. ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ പൂർത്തിയാവും. ഇത് കണ്ടോ ഇത്രയും വർക്കാണ് കഴിഞ്ഞോളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ചിറ്റിടുന്നതിൻ്റെ ഇതാണ് നമ്മൾ കാണിക്കാറുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കണ്ടോ. ഇപ്പോൾ നമ്മുടെ കത്തിൻ്റെ ഏകദേശം പണിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി പോളിഷിങ് കാര്യങ്ങളാണ്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഒക്കെ ആവും. അപ്പോൾ നമ്മുടെ ഇതുണ്ടോ ചുരിക കളരിയിൽ ഉപയോഗിക്കാൻ വേണ്ടി മൂർച്ചയില്ലാത്ത സംഭവമാണ്. കണ്ടോ മൂർച്ചയില്ലാത്ത സംഭവമാണ്. ഇതിൻ്റെ വർക്ക് ഏകദേശം അല്ല, വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കണം. കണ്ടോ നോക്കിയാൽ നിങ്ങൾ മച്ചന്മാരെ കണ്ടോ എന്നാ പറഞ്ഞത്, പണ്ട് രാജാക്കന്മാരെ ഉപയോഗിക്കുന്ന പോലത്തെ സാധനമാണ്. കണ്ടോ ഇതിൽ എന്നാ ഫിനിഷിങ് വർക്കാന്ന് നോക്കി. കണ്ടോ ഇതിൻ്റെ പിടി നോക്കി. പിടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എന്ത് ഇതായിട്ട് ഉണ്ടാക്കിയേക്കാൻ കണ്ടില്ലേ. കണ്ടോ ഇവിടെയൊക്കെ ഓരോ ഷേപ്പിലുണ്ടാക്കണം. ഈ സൈഡൊക്കെ കണ്ടോ ഇതിൻ്റെ ഷേപ്പ് തന്നെ ഉണ്ടോ നിങ്ങളിങ്ങനെ കണ്ടോ പിച്ചിലൊക്കെ ഇട്ട് നല്ല അടുപ്പം ചിറ്റൊക്കെ ഇട്ടത് ബാക്കിയുണ്ടോ നല്ല കിടലിനാക്കി. പിടിയൊക്കെ നല്ല പിടുത്തമാണ്. കാരണം തെന്നിപ്പോവില്ല, എങ്ങനെ പിടിയാലും തെന്നിപ്പോയില്ല. പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഒരു കാരണവശാലും തെന്നിപ്പോവില്ല. കണ്ടോ അടിപൊളി സംഭവമാണ്. ഇതിൻ്റെ വീഡിയോയുടെ വർക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടില്ലേ, ഇത് ചുരുക്കി ഉണ്ടാക്കണേ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള, ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും വിളിക്കുകയും വേണ്ട. നമ്മളിത് പണം തുടങ്ങുന്നതല്ല, ഇത് കളരിയിലേക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. പക്ഷേ കളരിയിലെ നിയമപരമായിട്ട് അവരെ ലൈസൻസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇത് പണിത് കൊടുക്കുള്ളൂ. ഇത് തരുമോ അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ആരും വിളിക്കേണ്ട, ഉണ്ടാക്കി കൊടുക്കില്ല. ഒരു കളരിയിലേക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താണ്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള കിട്ടില്ല വർക്കുകളൊക്കെ വിഷ്ണു മച്ചാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വർക്കുകളൊക്കെ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.